ശ്രീ കെ ബിനോദ്, ഇന്നിപ്പോൾ ശമ്പളം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒന്നും രണ്ടും പ്രവൃത്തി ദിവസങ്ങളിൽ കിട്ടേണ്ടവർക്കാണ് ഇന്ന് ശമ്പളം കിട്ടിയിട്ടുള്ളത്. മൂന്നാം പ്രവൃത്തി ദിവസം മുതൽ ശമ്പളം കിട്ടേണ്ടവർക്ക് അല്പം വൈകും എന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വിവരമനുസരിച്ച് ഏകദേശം ഒരു 30% ജീവനക്കാർക്ക് മാത്രമേ ശമ്പളം കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഒരു മാസം ജോലി ചെയ്തതിന് ശേഷമാണ് ശമ്പളം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ശമ്പളം അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നതല്ല. ഇപ്പം 28 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ജോലി ചെയ്തതിന് ശേഷം ആ ശമ്പളം എന്ന് തരുമെന്ന് പറയാൻ പോലും കൂട്ടാക്കാതെ ഒരു വ്യാജമായ, അതായത് സോഫ്റ്റ്വെയറിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞൊരു വ്യാജം പറഞ്ഞ് ഒരു അനിശ്ചിതത്വത്തിലാക്കിയ ഈ സർക്കാരിൻ്റെ നടപടി ഒട്ടും ഉചിതമല്ല. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ ആശങ്കയുണ്ട്, പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഫലമായി ഞങ്ങൾ ഇന്ന് ഒരു നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് കടന്നുപോയി. ധാരാളം ജീവനക്കാർ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഏതായാലും ഒരു 30% പേർക്കെങ്കിലും ഇന്ന് കൊടുത്തു. അത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് കണക്കാക്കുന്നു. പക്ഷേ ഞങ്ങൾ ഈ സമര പരിപാടി അവസാനിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. 30% പേർക്ക് ഇന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നാളെ അത് ഇരട്ടിയാകും, അല്ലെങ്കിൽ പൂർണ്ണമായോ ഏതാണ്ട് പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതല്ലേ അതിൻ്റെ ഒരു രീതി? അല്ല, അത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമാണ്. ഇങ്ങനെ നമ്മുടെ മാസ ശമ്പളം ഇങ്ങനെ പല പല ദിവസങ്ങളിലായി കൊടുക്കുന്ന ഒരു സംവിധാനം അത് നമ്മുടെ ഈ കേരള പിറവിക്ക് ശേഷം ഇതാദ്യമാണ്. ഇതിനൊരു പ്രത്യേക കാരണമൊന്നുമില്ല. നമ്മുടെ സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ പിടിപ്പുകേടാണ് ഈ ഒരു അവസ്ഥ സൃഷ്ടിച്ചത്. ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ സാമ്പത്തിക കാര്യ വിദഗ്ധന്മാരും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ